भविष्यत काल, फ्यूचर टेंस। आने वाली घटनाओं को सूचित करने वाले क्रिया के रूप को भविष्यत काल कहते हैं. വരാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ക്രിയയുടെ രൂപത്തെയാണ് ഭാവി കാലം എന്ന് വിളിക്കുന്നത്. അതായത് ഒരു സംഭവം വരാനിരിക്കുന്നു എന്ന സൂചന നൽകുന്ന ക്രിയയുടെ രൂപത്തെയാണ് ഭവിഷ്യത് കാൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് എന്ന് വിളിക്കുന്നത്. ഭവിഷ്യത് കാൽ കെ ദോ ഭേദ് ഹോത്തെ ഹെ. ഭവിഷ്യത് കാലിനെ രണ്ടായിട്ട് തരം തിരിക്കാം. സാമാന്യ ഭവിഷ്യത് കാൽ और സംഭാവ്യ ഭവിഷ്യത് കാൽ. സാമാന്യ ഭവിഷ്യത് കാൽ ഒരു സെൻറ്റൻസ് നമ്മൾ കാണുമ്പോൾ ആ സെൻറ്റൻസിലുള്ളത് സാമാന്യ ഭവിഷ്യത് കാലാണോ എന്ന് തിരിച്ചറിയാൻ ചില മാർഗങ്ങളുണ്ട്. സാമാന്യ ഭവിഷ്യത് കാലിൽ ഒരു സെൻറ്റൻസ് എപ്പോഴും അവസാനിക്കുന്നത് ഏകാ, ഏങ്കെ, ഏകി, ഏങ്കി, ഊങ്ക, ഊങ്കി, ഓകെ, ഓഗി തുടങ്ങിയ രൂപത്തിലായിരിക്കും. ഒരു സെൻറ്റൻസിൻ്റെ അവസാനം നമ്മൾ ഏകാ, ഏങ്കെ, ഏകി, ഏങ്കി, ഊങ്ക, ഊങ്കി, ഓകെ, ഓഗി എന്നെല്ലാം കാണുകയാണെങ്കിൽ അവിടെ സാമാന്യ ഭവിഷ്യത് കാൽ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി ഏത് അവസരത്തിലാണ് ഈ പറയുന്ന ക്രിയകൾ അല്ലെങ്കിൽ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്? കർത്താവ് പുല്ലിംഗ ഏകവചനാണെങ്കിലാണ് ഏക ഉപയോഗിക്കുന്നത്. ഉദാഹരണം ലഡ്ക പാഠ് പഠേഗ. ഇവിടെ ലഡ്ക കർത്താവാണ്, ഏകവചനാണ്, പുല്ലിംഗ ആണ്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ ഏക ഉപയോഗിക്കാം. കർത്താവ് പുല്ലിംഗ ബഹുവചനാണെങ്കിൽ അവിടെ നമുക്ക് ഏങ്കെ ഉപയോഗിക്കാം. ഉദാഹരണം ലഡ്കെ പാഠ് പഠേങ്കെ. ഇവിടെ കർത്താവ് ലഡ്കെ, ബഹുവചനാണ്, പുല്ലിംഗ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏങ്കെ ഉപയോഗിക്കാവുന്നതാണ്. കർത്താവ് സ്ത്രീലിംഗ ഏകവചനാണെങ്കിൽ നമുക്ക് ഏകി ഉപയോഗിക്കാം. സ്ത്രീലിംഗ ബഹുവചനാണെങ്കിൽ ഏങ്കി ഉപയോഗിക്കാം. ഉദാഹരണം സ്ത്രീലിംഗ ഏകവചനാണെങ്കിൽ ലഡ്കി പാഠ് പഠേഗി. ഇനി അത് ബഹുവചനായി മാറുമ്പോൾ ലഡ്കിയ പാഠ് പഠേങ്കി. കർത്താവ് ഏകവചൻ മേ എന്നാണെങ്കിൽ ഞാൻ, മേ എന്ന് വെച്ചാൽ ഞാൻ, അപ്പോൾ ഏകവചനാണ്. കർത്താവ് ഏകവചൻ മേ പുല്ലിംഗ ആണെങ്കിൽ ആ സെൻറ്റൻസ് അവസാനിക്കുന്നത് ഊങ്കായിലായിരിക്കും. ഉദാഹരണം മേ പാഠ് പഠൂങ്ക. ഇനി മേ കർത്താവായിരിക്കുകയും അത് ഏകവചനാണ്, സ്ത്രീലിംഗമാണെങ്കിൽ അവിടെ ഊങ്കി എന്ന രൂപത്തിലായിരിക്കും സെൻറ്റൻസ് അവസാനിക്കുന്നത്. ഉദാഹരണം മേ പാഠ് പഠൂങ്കി. കർത്താവ് തും ആണെങ്കിൽ അത് പുല്ലിംഗമാണെങ്കിൽ അവിടെ സെൻറ്റൻസ് അവസാനിക്കുന്നത് ഓകെ എന്ന രൂപത്തിലായിരിക്കും. ഉദാഹരണം തും പാഠ് പഠോഗെ. ഇവിടെ തും പുല്ലിംഗമാണ്, അതുകൊണ്ടാണ് ആ സെൻറ്റൻസ് പഠോഗെ എന്ന രൂപത്തിൽ അവസാനിച്ചത്. തും സ്ത്രീലിംഗമാണെങ്കിൽ തും പാഠ് പഠോഗി, ഓഗി എന്ന രൂപത്തിലാണ് തും സ്ത്രീലിംഗമാണെങ്കിൽ
ആ സെൻറ്റൻസ് അവസാനിക്കുന്നത്. രണ്ടാമത്തെ ഭേദാണ് സംഭാവ്യ ഭവിഷ്യത് കാൽ. ഭവിഷ്യത് കാലിനെ രണ്ടായിട്ട് തരം തിരിക്കാമെന്ന് പറഞ്ഞു. ഒന്നാമത്തത് നമ്മൾ നോക്കി, സാമാന്യ ഭവിഷ്യത് കാൽ. ഇനി രണ്ടാമത്തത് സംഭാവ്യ ഭവിഷ്യത് കാൽ. സാമാന്യ ഭവിഷ്യത് കാലിൻ്റെ എല്ലാ സെൻറ്റൻസിൻ്റെയും അവസാനം വന്ന ഗ, ഗേ, ഗി ഇതെല്ലാം നമ്മൾ എടുത്തു മാറ്റുകയാണെങ്കിൽ നമുക്ക് സംഭാവ്യ ഭവിഷ്യത് കാൽ കിട്ടും. അതായത് സംഭാവ്യ ഭവിഷ്യത് കാൽ കിട്ടുന്നതിനായി സാമാന്യ ഭവിഷ്യത് കാലിൻ്റെ അവസാനം വന്ന ഗ, ഗേ, ഗി എന്നീ കാര്യങ്ങൾ നമ്മൾ എടുത്തു കളഞ്ഞാൽ മതിയാകും. ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അനുവാദം, സമ്മതം, അനുഗ്രഹം എന്നിവയെയാണ് സംഭാവ്യ ഭവിഷ്യത് കാൽ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഉദാഹരണം നോക്കാം. പുല്ലിംഗ ഏകവചൻ ആണെങ്കിൽ ലഡ്ക ആയേ, ആൺകുട്ടി വരും. ഇനി പുല്ലിംഗ ബഹുവചൻ ആണെങ്കിൽ ലഡ്കിയ ആയേ, പെൺകുട്ടികൾ വരും. ഒരു അനുവാദം ചോദിക്കുകയാണെങ്കിൽ മേ ആവൂ, ഞാൻ വരട്ടെ. നമ്മൾ ഒരു സമ്മതം പറയുകയാണെങ്കിൽ തും ആവോ, നിങ്ങൾക്ക് വരാം. അപ്പോൾ അവസാനം സാമാന്യ ഭവിഷ്യത് കാലിൻ്റെ അവസാനം നമ്മൾ ചേർത്ത ഗ, ഗേ, ഗി തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എടുത്തു കളയുകയാണെങ്കിൽ നമുക്ക് സംഭാവ്യ ഭവിഷ്യത് കാൽ കിട്ടും. ഇത് സൂചിപ്പിക്കുന്നത് ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അനുവാദം, സമ്മതം, അനുഗ്രഹം തുടങ്ങിയ കാര്യങ്ങളാണ്.